എല്ലാവർക്കും നമസ്കാരം. രാജ്യയോഗം വരുന്ന 10 നക്ഷത്രക്കാർ, അതായത് ജനുവരി അവസാനത്തോടുകൂടി കുറച്ചൊരു സമയദോഷം ഉണ്ടായിരുന്ന ആ സമയമെല്ലാം മാറി അടുത്ത മാസം മുതൽ വളരെ നല്ല സമയം വരുന്ന 10 നക്ഷത്രക്കാർ. അവർക്ക് ഇത്രയും കാലം വളരെയധികം ഈ വർഷം നല്ലതാണ് എങ്കിൽ കൂടി ജനുവരിയിൽ കുറച്ചൊരു കഷ്ടമുണ്ടായിരുന്നു. കയ്യിൽ കാശില്ലാത്തവർ, അതേപോലെ കുറേ അനുഭവിച്ചവരാണ് ഇവരെല്ലാം. ഇവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത. സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയാണ് വരുന്നത്. ഈ 10 നക്ഷത്രക്കാർക്ക് പൊന്നും പണവും ഇവരെ തേടിയെത്തും. ആ നക്ഷത്രക്കാരാരാണെന്ന് നോക്കാം. ഇവരുടെ ജീവിതം മാറി മറിയുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ. വളരെയധികം ഉയർച്ചയിലെത്തുന്ന ആ നക്ഷത്രക്കാർ ആദ്യം അശ്വതി, ഭരണി, കാർത്തിക. ഇവർക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. പ്രതിസന്ധികളെല്ലാം മാറി നല്ല സമയമാണ്. ഈ വർഷം തന്നെ നല്ല സമയമാണ് ഇവർക്ക്. പക്ഷേ ജനുവരിയിൽ കുറച്ചൊരു തടസ്സം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. ശിവക്ഷേത്ര ദർശനം നടത്തുക, വളരെയധികം നല്ല സമയമാണ്. ധാര നടത്തുക, പ്രാർത്ഥിക്കുക. അടുത്തത് മകയിരം, പൂയം. ഇവർക്ക് വളരെയധികം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് അപ്രതീക്ഷിതമായി വളരെയധികം മാറ്റം വരുന്ന, സാമ്പത്തികപരമായൊക്കെ മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ സുബ്രഹ്മണ്യ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകുന്നതാണ്. അടുത്തത് ഉത്രം, ചോതി, അനിഴം. ഏറ്റവും മികച്ച സമയമാണ് ഇവർക്ക്. നിക്ഷേപങ്ങൾ ഉണ്ടാവാനുള്ള സമയമാണ്. അംഗീകാരം ലഭിക്കും. വലിയ വലിയ കടങ്ങളൊക്കെ വീട്ടാൻ കഴിയുന്നൊരവസ്ഥയാണ് ഈ സമയം. ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാര നടത്തുക, എല്ലാം ശരിയായി വരുന്നതാണ്. അടുത്തത് പൂരോരുട്ടാതി, രേവതി. ഇവർക്കും ദൈവാധീനം വളരെയധികം കൂടുതലാണ്. സാമ്പത്തിക നേട്ടം, ദൂരയാത്രകൾ എന്നിവ ഇവർക്കുണ്ടാകും. ഭാഗ്യം വളരെയധികം കൂടുതലാണ്. ഈ ഭാഗ്യം മുഴുവനായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈശ്വര പ്രാർത്ഥനയും കൂടെ വേണം. ഈശ്വര പ്രാർത്ഥനയിലൂടെ എല്ലാം നേരെയാവും. ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാര വഴിപാട് എല്ലാം ചെയ്യുക, എല്ലാം മാറി നല്ല ഉചിതമായ സമയമായി വരുന്നതാണ്.